6 മാസത്തെ കാത്തിരിപ്പല്ല, നമ്മളെ ചേട്ടപ്പാല് നമ്മളിന്ന് വിൽക്കാൻ പോവാ. അത് ഏകദേശം 6 മാസമല്ല, ജൂൺ മുതൽ ഞാൻ ഇപ്പം ഏകദേശം കൂട്ടിയപ്പോൾ ഒരു 6 മാസമായി. 6 മാസമായിട്ട് ഇതൊരു സംഭവം കൊടുത്തില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇന്ന് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര പൈസ കിട്ടുന്നുണ്ട്, എത്ര കിലോ ഉണ്ടെന്നെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടാലേ പൈസേൻ്റെ കണക്ക് അവസാനം പറയും. ഓക്കെ, സാധാരണ നമ്മൾ ഇത്രയും ഉണ്ടാകലില്ല. കുറച്ചാവും തന്നെ സംഭവം കൊടുത്ത് ഒഴിവാക്കില്ല. ഇപ്രാവശ്യം അല്ല, ഏറ്റവും അവസാനം കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ കുറച്ച് പൈസേൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം വിറ്റേക്കാം, വേറെ വഴിയില്ല. ഇതെല്ലാം വിറ്റേക്കാന്ന് വിചാരിച്ച്. അങ്ങോട്ട് കുറച്ചത് 2-3 ഉണ്ടടി. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാം ആയിട്ടുണ്ട്. 1 2 3 4 1/1 കൊണ്ടുവരാനുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ അത്. ഓക്കെ, അപ്പോൾ ഇത്ര സാധനമുണ്ട്. 1 2 3 4 5 വലിയ ചാക്കും 2 ചെറിയൊരു ചാക്കെന്ന് പറയാൻ പറ്റില്ല, ചെറിയ. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ളത്. അപ്പോൾ ഇനി വണ്ടി കയറ്റിയിട്ട് കുന്ന് കയറണം. ഈ കുന്ന് കയറുമെന്നുള്ള സംശയമുണ്ട്. കുന്ന് കുറച്ച് പ്രശ്നമാണ്. റോഡ് മൊത്തം പോയി കിടക്കല. റോഡ് മൊത്തം ഞാൻ 1-2 തവണ വീണ്, ബൈക്ക് എടുത്ത് വരുമ്പോൾ സ്കൂട്ടി എടുത്ത് വരുമ്പോൾ കാറ് പോക്കും. അപ്പോൾ നമ്മൾ ഇനി ഓരോന്നായിട്ട് വണ്ടിയിൽ കയറ്റാൻ പോകുന്ന കാഴ്ചയാണ് അടുത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. വണ്ടിയെല്ലാം വെയിറ്റ് ആയി. കുന്ന് കയറാൻ സാധ്യത വളരെ സംശയമാണ് കുന്ന് കയറുമെന്നുള്ളത്. എന്നാലും ഇത് ഇല്ലെങ്കിൽ സ്കൂട്ടിയിൽ ഓരോ പ്രാവശ്യം കൊണ്ട് മേലെ കൊണ്ട് വെക്കണം. അപ്പോൾ അധികം വെയിറ്റ് ഉണ്ടെങ്കിൽ വണ്ടി കുറേ സമയം വെക്കാൻ പറ്റില്ല. ഇനി പെട്ടെന്ന് അപ്പോൾ നമ്മൾ സാധനം റെഡിയാക്കി എടുത്ത് വണ്ടി എടുത്ത് വിടുവാണ്. അപ്പോൾ റോഡ് കുറച്ച് ഡേഞ്ചർ അവസ്ഥയാണ്. റോഡ് കാണിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്. ഈ റോഡിലെയാണ് മത്സരിക്കുക. കണ്ടിട്ടുണ്ടാവല്ലോ, വണ്ടി ഒരുപാട് തയഞ്ഞ് തീർന്ന് ടയറിലും എങ്ങനെയൊക്കെയോ കയറി വന്നതാ. ഇന്ന് വരട്ടെ. അപ്പൊ ഇത് സജേഷ് ഏട്ടൻ മയ്യിലെ ഏറ്റവും വലിയ ചിക്കൻ ഹോൾസെയിൽ റീറ്റെയിൽ ചെയ്യുന്ന ആളാണ്. കുറച്ച് റബ്ബർ കൊടുക്കേ. കൃത്യമായിട്ട് ഫോട്ടോ വീട്ടിൽ കളർ പറയാൻ പറ്റില്ല.
റെയ്ഡാന്ന് ഇത് രണ്ടാം ഭാഗമായിട്ട് എല്ലാ പ്രാവശ്യം ഇതങ്ങനെ എടുക്കുന്നത് പോലെ ഇല്ല. അങ്ങനെയുണ്ട് സ്റ്റാർട്ടിലാകുന്നവരുണ്ടല്ലോ. ഇറക്കിയിട്ട് ഇവിടെ നല്ലോണം പിടിച്ചോ തൊപ്പിങ്ങനെ ഉപ്പിടാണ്ടില്ലേ ആവശ്യം വരുന്നത്. മൂന്നാം ഭാഗം വേണ്ട കേട്ടോ. ഇല്ല അപ്പൊ അങ്ങനെ സാധനം കൊടുത്ത് പൈസ നമ്മള് കാണിച്ചത് എണ്ണം കാണിച്ചില്ലല്ലോ. എണ്ണം കാണിക്കാം. അപ്പൊ നമ്മളതിന് ഏതിനെ കൂട്ടാണ്ട് മോനെ കൂട്ടാണ്ട് ഓനെ 2:30 സ്കൂളിൽ നിന്ന് ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മള് വരുന്നവനെ വിടണ്ടാന്ന് പറഞ്ഞ് നമ്മള് പൈസ എത്ര പറഞ്ഞുതരാം. അപ്പൊ ഏതിന്റെ അവസ്ഥ അപ്പൊ നമ്മള് ഏതിനെ കൂട്ടാനുണ്ട്. ഏതിനെ സ്കൂളിൽ നമ്മൾ വിടണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ടീച്ചർ പറയും അവനോട് ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട്. ഭയങ്കര കാത്തിരിപ്പായി. അപ്പൊ സ്കൂളിലേക്ക് എത്താനായി. നമുക്ക് ഇതിനെ കാണാം. ഇല്ല അങ്ങനെ വരില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ കൂട്ടി അപ്പൊ നമ്മള് ഷീറ്റ് ഏതാ കേട്ടോക്കെ. അപ്പൊ നമ്മൾ ഷീറ്റ് കൊടുത്ത് ഷീറ്റ് സോറി നമ്മളങ്ങനെ റബ്ബർ കൊടുത്ത് റബ്ബറിന്റെ പൈസ നമ്മള് എത്ര ഉണ്ടെന്ന് പറയാം. പൈസ ഉണ്ട്. ഇതെങ്ങോട്ടൊക്കെ ക്യാമറ 10,650. 10,600 രൂപ. അതായത് കറക്റ്റ് നമ്മളിപ്പോ ചെറിയ സാധനം വാങ്ങി 10,679 രൂപ. അല്ല നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബില്ലാണ്. അപ്പൊ ഇത് ഏകദേശം 10,679 നമുക്ക് കൊടുത്തപ്പോ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇത്രയും പൈസ കിട്ടി. ഏകദേശം എനക്കൊന്ന് മഴ മാറിയപ്പോ മുതൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ജൂൺ മുതലല്ലേ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 4 ഇത്ര ഡിസംബർ വരെ ഇത്രയും മാസത്തെയാണ്. ഇത്ര കാലം മുടങ്ങാണ്ട് പോകാൻ പറ്റിയില്ല. എപ്പോഴും എനിക്ക് മുടങ്ങാം. ഇപ്രാവശ്യം കൃത്യമായിട്ട് പോയി. ഞാൻ കുറച്ച് വളമെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് പാലുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുള്ള സമയത്ത് നല്ല റബ്ബർ നല്ല പാലുണ്ടായിരുന്നു. അപ്പോ ഇത്രയാണ് ഈ ചെറിയ വീഡിയോ. ഏതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടേ? അപ്പൊ ഏതിന് ബിരിയാണി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊന്ന് ബിരിയാണി വാങ്ങി കൊടുക്കാൻ പോവാം. ഓക്കെ.